ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി, അതുപോലെ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്ന രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ വചനങ്ങളിൽ നാം കാണുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തോടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി യേശു നമ്മോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന്. നിത്യജീവിതത്തിൽ ഏറ്റവും സാധാരണവും എന്നാൽ ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒന്നാണ് ഉപ്പ്. ഉപ്പിന് പ്രധാനമായും രണ്ട് സ്വഭാവങ്ങളാണുള്ളത്. ഒന്ന്, അത് ഭക്ഷണത്തിന് രുചി നൽകുന്നു. രണ്ട്, അത് സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കടമയും ഇതുതന്നെയാണ്. നിരാശയും സങ്കടവും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെയും രുചി നൽകുന്നതാകണം. നാം ആയിരിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലും ആശ്വാസത്തിൻ്റെ സാന്നിധ്യമാകുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തിന്മകൾ നിറഞ്ഞ സമൂഹത്തിൽ നന്മയുടെ കാവലാളുകളായി സമൂഹത്തെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കേണ്ടവരാണ് നാം. എന്നാൽ വചനം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ പിന്നെ അത് പുറത്തേക്ക് വലിച്ചെറിയുവാനും മനുഷ്യരാൽ ചവിട്ടപ്പെടാനും മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളും സ്നേഹവും നഷ്ടപ്പെട്ടാൽ നാം ഉറകെട്ട ഉപ്പായി മാറും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മം ഇരുട്ടിനെ അകറ്റുക എന്നതാണ്. നാം എവിടെയായിരിക്കുന്നുവോ അവിടെയുള്ള അന്ധകാരത്തെ, അതായത് വെറുപ്പ്, കോപം, സ്വാർത്ഥത എന്നിവയെ അകറ്റാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. യേശു ഓർമ്മിപ്പിക്കുന്നു, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, മറിച്ച് എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. നമ്മുടെ വിശ്വാസവും നന്മയും നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കി വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ ഉള്ളതല്ല. അത് നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും പ്രകാശിക്കേണ്ടതുണ്ട്. മലമുകളിൽ പണിതീർത്ത് പട്ടണത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കാത്തതുപോലെ യേശുവിനെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയുടെ നന്മകൾ സമൂഹത്തിൽ എക്കാലവും ശോഭിച്ചു നിൽക്കും. ഈ വചനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം 16-ാം വാക്യത്തിലാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സർവ്വസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാം ചെയ്യുന്ന നന്മകളും സൽപ്രവൃത്തികളും ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രശസ്തിക്കോ മറ്റുള്ളവരുടെ കയ്യടി നേടാനോ വേണ്ടിയാകരുത്. മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ കാണുന്നവർ നമ്മളെയല്ല, സർവ്വസ്വനായ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. നമ്മുടെ സ്നേഹവും കരുണയും കാണുമ്പോൾ മറ്റുള്ളവർ പറയണം, ഇവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന്. അപ്പോഴാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ രുചി പകരുന്ന ഉപ്പാണോ, അന്ധകാരം പകരുന്ന വെളിച്ചമാണോ? ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത് ഒളിച്ചിരിക്കാനല്ല, പ്രകാശിക്കാനാണ്. അലിഞ്ഞു ചേർന്ന് മറ്റുള്ളവർക്ക് രുചി നൽകാനാണ്. പുറകെട്ട് പോകാത്ത ഉപ്പായി മാറാനും കെട്ടുപോകാത്ത പ്രകാശമായി ജ്വലിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.